അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോമ്പുകാല വിഭവം തന്നെയാണ്. വളരെ ലളിതമായ നോമ്പ് തുറക്കലിൻ്റെ സമയത്ത് കുടിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പലതരം കഞ്ഞി, നോമ്പ് കഞ്ഞിയുണ്ട്, പല പല ടൈപ്പ്, എന്താ പറയുക, പയറ്റ് കഞ്ഞിയുണ്ട്, പിന്നെന്താ തരിക്കഞ്ഞി തന്നെ പലതരമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഗോതമ്പ് കഞ്ഞിയുണ്ട്, എന്തെല്ലാം തരം കഞ്ഞിയുണ്ടെന്ന് അറിയാം. ഇത്തരം വിഭവങ്ങളെല്ലാം തന്നെ നോമ്പ് തുറ കഴിഞ്ഞാൽ ഉടൻ കഴിക്കുന്ന വിഭവങ്ങളാണ്. വളരെ ലൈറ്റായിട്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ് ഈ കഞ്ഞി. അത് വയറിന് നല്ല സുഖം തരും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ തരിക്കഞ്ഞിയാണ്. അപ്പോൾ തരിക്കഞ്ഞി തന്നെ 2 തരമുണ്ട്. എനിക്ക് തോന്നുന്നു മാജിക് അവനിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊരു തരിക്കഞ്ഞി കാണിച്ചിട്ടുണ്ട്. അത് ഉപ്പ് ചേർത്ത് റവയും പിന്നെ തേങ്ങാപ്പാലും എല്ലാം ചേർത്തിട്ടാണ് ആ തരിക്കഞ്ഞി തയ്യാറാക്കുന്നത്. അതിൽ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ വറുത്തിടും, നെയ്യിൽ, നല്ല പശുവിൻ നെയ്യിൽ വറുത്ത്, അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട്, ഇത് അതേ സാധനം തന്നെയാണ്, പക്ഷേ ഇത് മധുരത്തിലുള്ളൊരു തരിക്കഞ്ഞി. ഇത് റവയും പാലും ഒക്കെ ചേർത്ത് ചെയ്യുന്നു. ഇവിടെ ഞാനിപ്പോൾ പശുവിൻ പാൽ ഉപയോഗിക്കുന്നു, അതിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് വേണ്ട വളരെ കുറച്ച് ചേരുവകൾ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോംബെ റവ 1.5 ടേബിൾ സ്പൂൺ, പാല് 2.5 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, കിസ്മിസ് 10 എണ്ണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം, കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാച്ചിയെടുക്കുന്നതല്ലേ, അതിലേക്ക് 2.5 കപ്പ് പാല്. ഇതിപ്പോൾ ഞാൻ പശുവിൻ പാൽ ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തേങ്ങാപ്പാലിലും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2.5 കപ്പ് തേങ്ങാപ്പാലാകാം. തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ മാറ്റി വയ്ക്കുക. 2 കപ്പ് തേങ്ങാപ്പാലിൽ റവയൊക്കെ വേവിച്ചിട്ട് അവസാന ഭാഗം വരുമ്പോൾ 1-ാം പാൽ ഒഴിച്ച് ഇറക്കണം. അതാണ് വേണ്ടത്. അതിലും പഞ്ചസാര തന്നെ ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിപ്പോൾ 2.5 കപ്പ് പശുവിൻ പാൽ. വറുത്ത റവയാണ് ഇതിന് വേണ്ട, റോസ്റ്റഡ് റവ. അപ്പോൾ ഇത് വറുത്ത റവ ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാകും. അതിലേക്ക് ഇടുന്നു 1.5 ടേബിൾ സ്പൂൺ റവ. ഇനി നമ്മളിത് ഇളക്കി, ഈ പാല് തിളയ്ക്കുന്നതോടൊപ്പം തന്നെ റവയും വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് കുറുകും. പിന്നെ ഇത് ഇരിക്കുന്നതോറും കുറുകും. അതുകൊണ്ട് കുറച്ച് നെടുകിയ പാകത്തിന് തന്നെ ആദ്യമേ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഈ 1.5 ടേബിൾ സ്പൂൺ വറുത്ത ബോംബെ റവ. നന്നായിട്ട് തിള വന്നു ഞാൻ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരുന്നു ഒരു 5 മിനിറ്റ് സമയം. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര 1.5 ടേബിൾ സ്പൂണും ആകാം, 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ അതും ആകാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു, നന്നായിട്ട് അലിഞ്ഞ് ചേർന്നു. കണ്ടല്ലോ, റവയൊക്കെ നന്നായിട്ട് വെന്തു. ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി കുറുകും. അപ്പോൾ ഈ ഒരു പാകത്തിനിപ്പോൾ ഇറക്കിയാൽ ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ അടുപ്പിൽ തന്നെ താളിക്കൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, നല്ല മണം. ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇത് ഇരിക്കുന്നവരും കുറുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള പാലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 2.5 കപ്പ് പാലും 1.5 ടേബിൾ സ്പൂൺ കഷ്ടി റവ, ബോംബെ റവ, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരല്പം നെയ്യ് ഒഴിക്കാം. പശുവിൻ നെയ്യ് 1-2 ടീസ്പൂൺ മതിയാകും. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന നമ്മളുടെ തരിക്കഞ്ഞി പാത്രത്തിലേക്ക് ഞാൻ മാറ്റി താളിച്ച് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് മതി. വേണമെങ്കിൽ മുറിച്ചൊക്കെ ഇടാം, കൂടുതൽ കിട്ടുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കുറച്ച് കിസ്മിസ്. ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. 2.5 കപ്പ് പാലല്ലേ നമ്മൾ ചെയ്ത്, 1/2 ലിറ്റർ പാലിൽ. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യും. അപ്പോൾ ആ നെയ്യോടുകൂടി നമ്മളുടെ തരിക്കഞ്ഞിയുടെ മുകളിലായിട്ട് ഒഴിക്കണം. അപ്പോൾ തരിക്കഞ്ഞിയുടെ കൺസിസ്റ്റൻസി ഇരിക്കുന്നതോടും കുറച്ച് കുറുകും. കുടിക്കാനുള്ള പാകം ഈ ഒരു രീതി. ഇനി ഇച്ചിരി കൂടെ ഒന്ന് കുറുകാനുണ്ട്, അതും കുറുകി വരും.
തരിക്കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഈ മധുരത്തിൻ്റെ കൂടെയും വേണമെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് ഈ നെയ്യ് ഇപ്പം നമ്മൾ വറുത്തല്ലോ അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതിനോടൊപ്പം ഒരു ചെറിയ ഉള്ളി ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ചെറുതായിട്ട് വട്ടത്തിന് അരിഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മൂപ്പിച്ചിടാം. അതും ഒരു പ്രത്യേക സ്വാദാണ്. മധുരത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഉപ്പിട്ട കഞ്ഞി മാത്രമല്ല മധുരമുള്ള കഞ്ഞിക്കും അത് നല്ലതായിരിക്കും. ആ ഒരു സ്വാദിഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട വിഭവമാണ്. മലബാർ ഭാഗങ്ങളിലെല്ലാം തന്നെ പലതരം കഞ്ഞികളാണ് നോമ്പുകാലങ്ങളിൽ കുടിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ റവ കാച്ചി കുടിക്കുമെന്ന് പറയുന്ന പോലെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ലൂസായിട്ടാണ് കുടിക്കേണ്ടത്. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ തരിക്കഞ്ഞി ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇത് മധുരമുള്ള തരിക്കഞ്ഞിയാണ്. ഇതേപോലെ തന്നെ തേങ്ങാപ്പാലും ഉപ്പും ചേർത്തും ചെയ്യാം. അത് മധുരമുള്ളതല്ല, അത് ഉപ്പുള്ള തരിക്കഞ്ഞി. ഏതെല്ലാം വെറൈറ്റി ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പീരീഡിൽ തയ്യാറാക്കാം, കഴിക്കാം. അപ്പോൾ ഇതെല്ലാം ശരിക്കും നോമ്പ് തുറക്കുന്ന വീടുകളിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു ഐറ്റമാണ്. ഇങ്ങനെ പല 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 കഞ്ഞികൾ, പല പല ചെറിയ ചെറിയ പലഹാരങ്ങൾ, പിന്നെന്താ അല്ലാതെ മേജറായിട്ടുള്ള ഇറച്ചി, അങ്ങനത്തെ പത്തിരി, കുറേ കാര്യങ്ങൾ വേറെയും, അടുക്ക് പത്തിരി, പല 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 വെറൈറ്റി ഓഫ് പത്തിരീസ്, ബിരിയാണി, ഇങ്ങനെയെല്ലാം കഴിക്കാറുണ്ട്. എന്തായാലും ഇത് തയ്യാറാക്കി കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടം.